Hi dear ones, welcome to CSCB Ranker, your one-stop channel for cracking CSCB exams in Kerala. ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. സെക്ഷൻ 58ഉം 59ഉം. ക്വസ്റ്റ്യൻ നമ്പർ 1, വാട്ട് ഡസ് സെക്ഷൻ 58 ഡീൽ വിത്ത്? ആൻസർ, റെസ്ട്രിക്ഷൻ ഓൺ ബോറോവിങ്സ്. എന്താണ് സെക്ഷൻ 58ൽ പറയുന്നത്? അത് ബോറോവിങ്സിൻ്റെ അല്ലെങ്കിൽ കടമെടുക്കുന്നതിൻ്റെ റെസ്ട്രിക്ഷൻ, നിയന്ത്രണങ്ങൾ, അതിനെക്കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 58. ക്വസ്റ്റ്യൻ നമ്പർ 2, on what conditions can a society receive deposits and loans? Answer, only as per the conditions in the bylaws. എന്ത് കണ്ടീഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു സൊസൈറ്റി ഡെപ്പോസിറ്റ് സ്വീകരിക്കുകയോ ലോൺ സ്വീകരിക്കുകയോ ചെയ്യുന്നത്? അത് ബൈലോയിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം മാത്രമേ സൊസൈറ്റിക്ക് ഡെപ്പോസിറ്റ് സ്വീകരിക്കാനുള്ള അധികാരമുണ്ടായിരിക്കുകയുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് സെക്ഷൻ 59 ഡീൽ വിത്ത്? ആൻസർ, റെസ്ട്രിക്ഷൻസ് ഓൺ ലോൺസ്. എന്താണ് സെക്ഷൻ 59 പറയുന്നത്? അത് ലോണിൻ്റെ നിയന്ത്രണത്തെക്കുറിച്ചാണ് പറയുന്നത്. ലോൺ കൊടുക്കുന്നതിൻ്റെ നിയന്ത്രണത്തെക്കുറിച്ചാണ് സെക്ഷൻ 59 പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 4, വാട്ട് മസ്റ്റ് ലോൺസ് നോട്ട് എക്സീഡ് under section 59(2)(a? Answer, the individual borrowing limit fixed by the registrar and the bylaws. സെക്ഷൻ 59(2)(a) പറയുന്നു, ലോൺ കൊടുക്കുന്നത് എന്തിനേക്കാൾ കൂടരുത്, അതിൻ്റെ എക്സീഡിങ് ലിമിറ്റ്, അതായത് ഒരു ഇതിൽ കൂടാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അതെന്താണെന്നാണ്. അത് ഒരാൾക്ക് ലോൺ കൊടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഇൻഡിവിജ്വൽ ബോറോവിങ് ലിമിറ്റ് വെച്ചിട്ടാണ്. അത് നിശ്ചയിക്കുന്നത് രജിസ്ട്രാറാണ്. ബൈലോയിലും ഉണ്ടാവും എത്രമാത്രമാണ് അതിൻ്റെ ലിമിറ്റ് എന്നുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 5, ഹൂ ഈസ് പണിഷബിൾ ഫോർ വയലേഷൻസ് അണ്ടർ ലോൺ റെസ്ട്രിക്ഷൻസ്? ആൻസർ, ദ ചീഫ് എക്സിക്യൂട്ടീവ് ആൻഡ് കമ്മിറ്റി. ലോൺ കൊടുക്കുന്നതിലെ നിയന്ത്രണത്തെ വയലേറ്റ് ചെയ്താൽ അതിൻ്റെ പണിഷ്മെൻറ്റ് കിട്ടുന്നത് ആർക്കാണ്? അത് ചീഫ് എക്സിക്യൂട്ടീവിനും കമ്മിറ്റിക്കും ആയിരിക്കും പണിഷ്മെൻറ്റ് കിട്ടുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അണ്ടർ വിച്ച് സെക്ഷൻ ഈസ് ദ പെനാൽറ്റി ഫോർ വയലേഷൻസ് അണ്ടർ ലോൺ റെസ്ട്രിക്ഷൻസ് ഗിവൺ? ആൻസർ, സെക്ഷൻ 94(7)(a). ഈ പണിഷ്മെൻറ്റ് കൊടുക്കുന്നതിനെക്കുറിച്ച് പറയുന്ന സെക്ഷൻ അതേതാണ് എന്നാണ്. ഇങ്ങനെ ലോൺ കൊടുക്കുന്നതിന് നിയന്ത്രണം വെച്ചിട്ടുണ്ട്. ആ നിയന്ത്രണം മറികടന്നാൽ ചീഫ് എക്സിക്യൂട്ടീവിനും കമ്മിറ്റിക്കും പണിഷ്മെൻറ്റ് കിട്ടാം. ഈ പണിഷ്മെൻറ്റിനെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 94(7)(a). അടുത്ത സെക്ഷൻ നമുക്ക് പഠിക്കാനുള്ളത് സെക്ഷൻ 59(a), വാല്യുവേഷൻ ഓഫ് പ്രോപ്പർട്ടി. വാല്യുവേഷൻ ഓഫ് പ്രോപ്പർട്ടിയെക്കുറിച്ച് പഠിക്കുന്നതാണ് സെക്ഷൻ 59(a). വാല്യുവേഷൻ നടത്തുന്നത് എപ്പോഴാണ്? ഒരു സൊസൈറ്റിക്ക് പ്രോപ്പർട്ടി പ്ലെഡ്ജ് ചെയ്ത് കഴിയുമ്പോൾ അങ്ങനെ ലോൺ കൊടുക്കുന്ന അവസ്ഥയിൽ ഈ പ്രോപ്പർട്ടിയുടെ വാല്യുവേഷൻ, വിലയിരുത്തൽ നടത്തും. അങ്ങനെ നടത്തുന്നതിനെക്കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 59(a). The valuation of immovable property to be pledged as security to a cooperative society shall be valued by an officer or officers authorized by the committee in cases where the loan amount is below 10 lakhs and where the loan amount exceeds 10 lakhs by a panel of 5 members consisting of 2 officers including the chief executive officer of the society and 2 members of the committee and an independent valuer authorized by the committee. എന്താണ് വാല്യുവേഷൻ ഓഫ് പ്രോപ്പർട്ടിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? ഇപ്പോൾ 10 ലക്ഷത്തിൽ താഴെയോ അല്ലെങ്കിൽ 10 ലക്ഷമോ ആണ് ലോണിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഓഫീസറോ അല്ലെങ്കിൽ ഓഫീസേഴ്സോ ആയിരിക്കും പ്രോപ്പർട്ടി വാല്യുവേഷൻ നടത്തുന്നത്. അതുപോലെ തന്നെ 10 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ
5 അംഗങ്ങൾ അടങ്ങുന്ന ഒരു പാനൽ അവരായിരിക്കും. ആരൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നത്? അതിൽ 2 പേര് ഓഫീസേഴ്സ് ആയിരിക്കും. ആ ഓഫീസേഴ്സിൽ ഒരാൾ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരിക്കും. പിന്നെയോ 2 കമ്മിറ്റി മെമ്പേഴ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു ഇൻഡിപെൻഡൻറ്റ് വാല്യുവർ, അത് കമ്മിറ്റി നിശ്ചയിക്കുന്ന, ചിലപ്പോൾ പുറത്തു നിന്നുള്ള ഒരാളാവാം, ഇതിനൊക്കെ അറിയുന്ന, വാല്യൂ ചെയ്യാനൊക്കെ കൂടുതൽ അറിയുന്ന ഒരാളാവാം. അങ്ങനെ മൊത്തം 5 പേരായിരിക്കും 10 ലക്ഷത്തിന് മേലെയുള്ള പ്രോപ്പർട്ടി വാല്യൂ ചെയ്യാനായിട്ട് നോക്കുന്നത്. 10 ലക്ഷത്തിന് മുകളിലുള്ള പ്രോപ്പർട്ടി അല്ല, 10 ലക്ഷത്തിന് മുകളിലുള്ള ലോൺ ആപ്ലിക്കേഷൻ വരുമ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടി വാല്യൂ ചെയ്യാനായിട്ടാണ് 5 പേരടങ്ങുന്ന പാനൽ വാല്യുവേഷൻ നടത്തുന്നത്. നെക്സ്റ്റ് സെക്ഷൻ 59B, പർച്ചേസ് ഓഫ് മൂവബിൾ ആൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് ബൈ ദ സൊസൈറ്റീസ്. എന്താണ്? ഒരു സൊസൈറ്റി മൂവബിൾ ആയിട്ടുള്ളതോ ഇമ്മൂവബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടി വാങ്ങുന്നതിനെക്കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 59B. Societies shall follow the norms as may be prescribed while acquiring movable and immovable properties by utilizing the own fund of a society. സൊസൈറ്റിയുടെ സ്വന്തം ഫണ്ട് ഉപയോഗിച്ച് മൂവബിൾ ആയിട്ടുള്ളതോ ഇമ്മൂവബിൾ ആയിട്ടുള്ളതോ ആയ പ്രോപ്പർട്ടീസ് വാങ്ങുമ്പോൾ ചില മാനദണ്ഡങ്ങൾ പാലിച്ചിട്ട് മാത്രമേ അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. നെക്സ്റ്റ് സെക്ഷൻ 60, റെസ്ട്രിക്ഷൻസ് ഓൺ അതർ ട്രാൻസാക്ഷൻസ് വിത്ത് നോൺ മെമ്പേഴ്സ്. മെമ്പേഴ്സ് അല്ലാത്തവരുമായിട്ടുള്ള ട്രാൻസാക്ഷൻസ് നടത്തുമ്പോഴുള്ള നിയന്ത്രണത്തെക്കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 60. Same as is provided in sections 58 and 59, the transactions of a society with the persons other than members shall be subjected to such restrictions, if any, as may be prescribed. സെക്ഷൻ 58 59 ലോൺ കൊടുക്കുന്നതിനുള്ള നിയന്ത്രണം, ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നതിനുള്ള നിയന്ത്രണം, ഇതൊക്കെ നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ മറ്റ് അല്ലാത്തവരുമായിട്ടുള്ള ട്രാൻസാക്ഷൻസ് നടത്തണമെങ്കിൽ അതിന് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സെക്ഷൻ 60 പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ബുള്ളറ്റ് പോയിൻറ്റ്സ് നോക്കാം. സെക്ഷൻ 59A, വാല്യുവേഷൻ ഓഫ് പ്രോപ്പർട്ടി. Property pledged to society must be valued by authorized officer or officers. If loan amount equal or below 10 lakhs, one officer or officers can do the valuation. If loan amount above 10 lakhs, panel of 5 members required. Includes 2 officers, one must be CEO and 2 committee members, then 1 independent valuer authorized by committee. Next, section 60, restrictions on transactions with non-members. Except as per sections 58 and 59, dealings with the non-members are restricted. Such restrictions will be as prescribed by rules. ഇനി കഴിഞ്ഞ ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് നോക്കാം. Question number 1, the number of permanent members in the UN Security Council is? Answer is 5. Next, meaning of onerous. Answer, needing to get effort. കഠിനമായ പ്രയത്നം എന്നൊക്കെ നമ്മൾ പറയില്ല, അതാണ്. നെക്സ്റ്റ്, ഫൈൻഡ് ദ ഓഡ് വൺ. 10, 30, 130 and 340. ആൻസർ 340 ആണ്. എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് നോക്കി. ഈ ഓരോ നമ്പേഴ്സും കിട്ടിയിരിക്കുന്നത് അഭാജ്യ സംഖ്യകളായ 2, 3, 5, 7. ഇതിൻ്റെയൊക്കെ ക്യൂബ് എടുത്തിട്ട് അതിനോട് അതാത് സംഖ്യ തന്നെ കൂട്ടുമ്പോഴാണ് ഓരോ സംഖ്യകളും കിട്ടുന്നത്. ഇപ്പോൾ 2ൻ്റെ ക്യൂബ് 8 ആണ്. 8നോട് 2 കൂട്ടിയപ്പോൾ 10 കിട്ടി.
അതുപോലെ ഓരോന്നും. അതുപോലെ നമ്മളിവിടെ കാണുമ്പോൾ 7ൻ്റെ ക്യൂബ് എടുത്തിട്ട് 7 ആഡ് ചെയ്തപ്പോൾ 350 കിട്ടുന്നത്. എന്നാൽ ഇവിടെ എഴുതിയിരിക്കുന്നതോ 340. അപ്പോൾ ആൻസർ 340. അതാണ് ഇവിടെ ഓഡ് വൺ ആയിരിക്കും വന്നിരിക്കുന്നത്. Now your turn to answer. Question number 1. Kerala is the part of the dash railway zone. Next, meaning of amiability. Next, find the missing figure 0, 6, 24, 60, 120, then dash, then 336. Leave your answer in the comment box and stay tuned for the next episode. Thank you.